അച്ചടാ എന്താ പ്രശ്നം അച്ഛന്? അച്ഛന് ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല, വലിയ പ്രശ്നമില്ല. എന്തെങ്കിലും പത്താൻ പറ. അച്ഛന്റെ വലിയ പ്രശ്നം ഇതായി ഇരിക്കണ വാവന്നെയാണ്. എന്തെങ്കിലും പറ. എന്തിനാണ് അച്ഛൻ മറന്നോ? എന്താണ് തലയിൽ മുടി കറുപ്പാക്കണ്ടേ? ആർക്ക്? അച്ഛനോ? ഇൻഡസ്ട്രിയുടെ പടയെന്ന് വല്ല നമുക്ക് പെയിന്റ് വാങ്ങിക്കൊണ്ട് കൊടുക്കാം. അച്ഛൻ അങ്ങനെയല്ല കറുപ്പായത്. ആ എന്താ എന്തിനാ ഒച്ചട്ടനെ? അച്ഛൻ പേടിക്കില്ല ഒച്ചട്ടാല്? അച്ഛനോട് പേടിയില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ്. ഇന്ന് രാവിലെ തന്നെ അമ്മ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. സ്പെഷ്യൽ ഒന്നുമില്ല, അവിയൽ എങ്ങനെ ഉണ്ടാക്കണ അറിയോ? ഇവിടെ നോക്കിയേ, ഇവിടെ പാട്ട് റണ്ണാവണുണ്ട്. ഈ പാട്ടിപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് ഞാനിതിൽ ആഡ് ആക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് രാവിലെ ഇവിടെ നല്ല എൻജോയ് ചെയ്തിട്ട് അമ്മ കുക്ക് ചെയ്യണത്. അങ്ങനെയൊന്നുമില്ല, ഇന്ന് മാത്രം തുടങ്ങി. എനിക്ക് ഭയങ്കര ഒരുമാതിരി ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മ്യൂസിക് കിട്ടും, അത്രേ ഉള്ളൂ. ഇവിടെ ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. പകുതി ഇപ്പൊ തീരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ടേസ്റ്റ് ചെയ്യാതെ പിന്നെ ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ അമ്മേനെ പറഞ്ഞിട്ടുണ്ട്, അവളെ ടേസ്റ്റ് ചെയ്യാൻ വിടല്ലേ, ടേസ്റ്റ് ചെയ്യാൻ വിട്ടാ പകുതി ഇപ്പൊ തീരുന്നു. അങ്ങനെയാണോ? നാളെ ഓർമ്മിക്കും കേട്ടോ. ചിരിക്കാനായിരിക്കൂലേ? എന്റെ സെലിബ്രിറ്റി മോളെന്ന് വരുന്നുണ്ട്. എവിടെ? ആ എടുക്കാലോ, സെലിബ്രിറ്റി വാ. ഗൈസ്, അവളുടെ ആഗ്രഹം എന്താ അറിയോ? അവൾ മേലെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരണത് ഞാൻ ഇവിടുന്ന് ബ്ലോഗ് എടുക്കണം, ഷൂട്ട് ചെയ്യണം. അത്ര പറഞ്ഞിരിക്കുകയാണ്, ഡ്രസ് ഇട്ടിട്ട് വരുന്ന സമയത്തെ വ്ളോഗ് എടുക്കണേ. വാ. ഇതെന്താ ഒരു കാലം ഇങ്ങനെ, ഒരു കാലില് പാന്റ് താത്തിയിട്ടിട്ട് ഒന്നിൽ പൊക്കി വെച്ചിട്ട് താത്തി കഴിക്കുക. ഗറ്റിമനിയെ, എന്താ ഇവിടെ മുത്തശ്ശേരി എടുത്ത ഡയലോഗ്? ഓ എന്തൊക്കെ പറയാൻ എനിക്കൊന്നും മനസ്സിലാവണില്ല. അതെന്താ? മിസ് മിസ് എന്നാ വേണ്ടത്. എന്ത് മിസ് മിസ് എന്ന് പറഞ്ഞാല് അതെന്താ? അവളുടെ മിസ്, ക്ലാസ് മിസ്. അതാ മിസ് മിസ് അല്ലാത്തത് മിസ് മിസ് മിസ്. എന്താ സംഭവം? ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല. അതിനോട് ചെലല്ലേ അരിനെയൊക്കെ എത്ര ഉണ്ട് കണ്ടല്ലേ? ഓരോ ക്ലാസ്സിലെ കുട്ടികളൊക്കെ എത്ര വലിപ്പുണ്ട് ചോദിച്ചതാ. ഓരെക്കാട്ടും വലിപ്പുണ്ട്. അതെ, കുട്ടികളൊക്കെ മിഠായി കഴിക്കാൻ നിർത്തിയിട്ട് കുട്ടികൾ വലുതായി. ദസി മിഠായി കഴിച്ചു മുടയിരുന്നിട്ട് കുട്ടികൾ ദസി വലുതായി പോകുന്നില്ല. അപ്പോഴാണ് ദസിക്ക് നീക്കാൻ പറ്റും. ഇനി വലുതായിട്ട് നേരിട്ട് ഓടാൻ വയ്ക്കും മുത്തച്ഛക്ക്. ഓടാൻ വയ്ക്കും. എന്തിനാണ് അച്ഛൻ മറന്നോ? എന്താണ്? തലയില് മുടി വെക്കണ്ടേ? തലയില് മുടി കറുപ്പാക്കണ്ടേ? ആർക്ക്? അച്ഛനോ? ദസിക്ക്. മുത്തശ്ശിക്ക് കറുപ്പാക്കണോ? ദസിയുടെ പടയെന്ന് വല്ല വെള്ളം ഉണ്ടോ? നമുക്ക് പെയിന്റ് വാങ്ങിക്കൊണ്ട് കൊടുക്കാം. പെയിന്റ് അല്ല, തലയിൽ വെച്ചണം. മരുന്ന് വെച്ചാൽ ഇങ്ങനെ ഉണങ്ങി നിന്ന് അത് കറുപ്പായിക്കോളും. ഓ, തല പെരട്ടണ മരുന്ന് തേച്ച് ഉണങ്ങി കഴിഞ്ഞാൽ കറുപ്പായിക്കോളൂ അല്ലേ? അച്ഛൻ അങ്ങനെയല്ല കറുപ്പായത്. അച്ഛന്റെ കറുപ്പ് അങ്ങനെ ആയിരുന്നില്ലേ? അതൊന്ന് മറിച്ചിട്ട ദോശ നോക്കിയേ. എൻ്റെ കറുപ്പ് മുടി ആയത് പെയിന്റ് അടിച്ചിട്ടല്ലേ, കറുപ്പാക്കണം മരുന്ന് തേച്ചിട്ടല്ലേ എന്ന് വാവുകുട്ടി. അവൾക്ക് വരെ അറിയാം കേട്ടോ. അമ്മ ഇവിടെ പാട്ട് വെച്ച് കുക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതേപോലെ നമ്മുടെ ഈ വ്ളോഗ് കണ്ടുകൊണ്ട് രാവിലെ കുക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട്? കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കമന്റ് ചെയ്യാം കേട്ടോ. എന്തിനാണ് അനക്ക് തിന്നണ്ടേ? ദോശ റെഡിയാണല്ലോ, പോയി തിന്നാ. അവളുടെ ദോശ റെഡി, കൊണ്ട് കഴിപ്പിച്ചതിന്. ഏതാ? പാലിനോ? പാല് ലേശം ചൂടുണ്ട്, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ കഴിക്കാറാവും. അല്ലെങ്കിൽ അവൾ ഇറങ്ങി വരട്ടെ, അപ്പൊ കൊടുത്താൽ മതിയല്ലോ. അവൾ ഇറങ്ങി വന്നിട്ട് കൊടുത്താൽ മതി. സമയമുണ്ട് ഇറങ്ങി വന്ന് കൊടുത്തിട്ട്. എന്നാ അമ്മ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്, നാളികേര ചട്നി ദോശയ്ക്ക് വേണ്ടിയിട്ട്. വാവ്, ഗ്രേറ്റ്. ഈ തിരക്കിന്റെ ഇടയിലും ഇതിന് സമയം കണ്ടെത്തി ചെയ്തല്ലോ. സമയമുണ്ട്. അവിടെ കളിക്കാൻ പോയോ? അവൾക്കൊന്ന് മിസ്സിൻ്റെ അടുത്ത് ഒരു അഡിറ്റ് ലെവലാവും. 8:25 വേഗം വാ, അച്ഛൻ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാ. ചെറുപയർ മേടിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പിന്നെ ചെറുപയർ ദോശ കഴിക്കാൻ തുടങ്ങിയ ശേഷം ചെറുപയറിന് നല്ല ഡിമാൻഡാ. ആ കടയിൽ ആകെ അത്രയേ ഉള്ളൂ, ഞാൻ മൊത്തം മേടിച്ചുകൊണ്ടെന്ന് പോയി. ഇപ്പം ഇവിടെ വീട്ടിലെല്ലാവരും ചെറുപയറാണ്, അതുകൊണ്ട് പിന്നെ ചെറുപയർ വാങ്ങിക്കാതെ നിവർത്തിയില്ല. എല്ലാവർക്കും ചെറുപയർ മതി. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ടേസ്റ്റും ഉണ്ട്, ഹെൽത്തിയുമാണ്, എല്ലാം ഓക്കെയാണ്. പിന്നെ ഇപ്പം എന്താ, എല്ലാവരും ഇപ്പോൾ ചെറുപയറിലേക്ക് മാറി. ഇപ്പം ആരും അരിദോശ കഴിക്കണില്ല. ചിലപ്പോൾ 1-2 കഴിച്ചാലായി, അത്രേ ഉള്ളൂ. 1:45 വല്ലതും കഴിക്കുക. എന്താ ഇവിടെ പിന്നില് പണി? ഗോതമ്പ് ഉണക്കുക, പൊടിപ്പിക്കാറായാ? പൊടിപ്പിച്ചോടുന്ന അരി അരച്ചോണ്ടിരുമ്പോ ഇതിലെന്താ ഒരുമാതിരി സാധനങ്ങളൊക്കെ ഇരിക്കണേ? അതൊക്കെ പെറുക്കിയെടുക്കട്ടെ. ഇതാണല്ലേ ഇതിന്റെ നെല്ല്.
2 മണിയായി കഴിക്കാറായപ്പോൾ അതെ ഇപ്പോഴാണ് കുളിച്ച് വന്നത്. പിന്നെ ഇതാ ചോറുണ്ട്, പിന്നെ അമ്മൂൻ്റെ സ്പെഷ്യൽ അവിയലുണ്ട്, പിന്നെ ഇതെന്താ സാധനം? അതൊരു പുളിക്കൂട്ടാനാ. അപ്പോൾ പിന്നെന്താ അച്ചാറുണ്ട്, പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നുമില്ല. ഇതന്നെ ധാരാളം അല്ലേ? എനിക്കിത് ധാരാളം. ഈ ഒറ്റ സാധനം കൂട്ടിയിട്ട് തന്നെ ഫുള്ള് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചോറ് അധികം ഭക്ഷണിക്ക് എടുത്തൂടെ? ഇതിനത് കഷ്ടപ്പെട്ട് 2 വച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഇതിപ്പോ ഞാൻ പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് 2 ആളുടെ ചോറ് കൂട്ടണം. അതുകൊണ്ട് ഞാൻ ഒന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാനും 4 ഞാൻ ഇത്ര എത്തുകൊണ്ട് കഴിക്കില്ല, ഒരളവിന് കഴിക്കും. ഷുഗർ കയറില്ല എന്നറിയാം ഈ റൈസിൽ. കുറച്ചും കൂടി എടുത്തൂടെ? എടുക്കേ, ഈ 2 ട്രിപ്പ് വേണമെങ്കിൽ എടുക്കാലോ. ശരാ അവിയല് തീർന്നല്ലോ, ഒരു പ്ലേറ്റ് മൊത്തം തീർന്നാ? എങ്ങനെ ഉണ്ടായിരുന്നു അവ? നല്ല പൊളി ടേസ്റ്റ് കേട്ടോ, കിടിലൻ ടേസ്റ്റ് തന്നെ ഉണ്ടല്ലോ. എന്താ യുദ്ധക്കളോ, കിടിലൻ ടേസ്റ്റ് കേട്ടോ, കുക്കറിൽ അവിയൽ വെച്ച കാരണം അതുകൊണ്ട് അത് മാത്രമേ മിക്സ് ചെയ്തു, അറിയാതെ ഓർമ്മയില്ല. എത്ര പ്രാവശ്യം വെക്കുമ്പോൾ തനിയെ വെക്കണം. മുരിങ്ങക്കായ മാത്രം തനിയെ വെക്കണം, അപ്പൊ ആ ഹോളായിട്ട് കിട്ടും. നെക്സ്റ്റ് ടൈം അങ്ങനെ ചെയ്യാം. അല്ല ഇതൊക്കെ ഈ ചപ്പൻ ചോറുണ്ടായാൽ അത് തന്നെ ഏത് ജാതി കറുപ്പ് നിറം കണ്ടില്ല. അതൊക്കെ എന്താ എനിക്കറിയില്ല. ഇതുണ്ട് ഇതൊക്കെ ഇതെന്താ കോരി കൊണ്ടുവരുമോ? ഇത്തിരി കൊണ്ട് കോരി കൊണ്ടുവന്ന എവിടെ ഇരിക്കണേ? അപ്പത്താണേ വെയിലത്താണ്. പോയിട്ട് കൊണ്ടുവരാം. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി അടിക്കാം. ഓക്കെ, വെള്ളം മുഴുവൻ കുടിക്കാറുണ്ട്. ഇപ്പൊ കുടിക്കണേ ഇല്ലല്ലോ പണ്ടത്തെ പോലെ. ഫുള്ള് കാലിയാക്കുമായിരുന്നല്ലോ. പോവാ, നമുക്ക് പോവാ. കുട്ടി എന്താ കാട്ടുന്നത്? തലയുടെ മുകളിൽ കാലൊക്കെ വെച്ചിട്ട് ഇതുണ്ടോ? ഇത് വാകുട്ടി കടയിൽ ഇതൊക്കെ അവിടെ പെറുക്കെടുത്തതാ. അയ്യോ ഇതുണ്ടോ? നാവിന്റെ അതിരി കൂടെ പയ്യ വലുത് നോക്കി എടുക്കണേ. ഇതുപോലെ വലുത് നോക്കിട്ട് എടുക്കണെന്ന്. എന്തിനാ ഇങ്ങനത്തൊക്കെ? കുഞ്ഞിതാവുമ്പോഴേ മുറിച്ചു കഴിഞ്ഞാൽ കയ്യുമ്പോ തട്ടേ കത്തിയേ വലിയത് നോക്കി എടുക്കണം. അത്ര വലിയത് കേട്ടോ. ഇനി എടുക്കുമ്പോ വലിയത് നോക്കി എടുക്കണം കേട്ടോ. ചെറുതെടുക്കരുതട്ടാ. അച്ഛനോ? അച്ഛൻ പൂജ ചെയ്യാണ്. പൂജ ചെയ്യാണ്. ഇങ്ങനെ പൂവിടുക. അച്ഛന് ഒരു പ്രശ്നമില്ല. അച്ഛന്റെ വലിയ പ്രശ്നം ഇതായിരിക്കണ വാവന്നെയാണ്. അച്ഛൻ ഇതില് വലിയൊരു പ്രശ്നം ഇല്ല. ചോത്തനാണ് അച്ഛന്റെ പ്രശ്നം. എങ്ങനെ ഉണ്ടായിരുന്നു വാവുകുട്ടിയുടെ എക്സാം? പറ. ഹിന്ദി നല്ലതായിരുന്നു. സൂപ്പർ ഐഡിയ. അതെയാ? 2 മാർക്ക്. 2 മാർക്കോ? 2 മാർക്കേ ഉള്ളൂ. മാച്ചില്ലേ? സാറി ആ ഡാഷ് ഇരിക്കുന്നുണ്ടല്ലേ, കഴിഞ്ഞിട്ട് ഡാഷ് എന്നിട്ട് കാട്ടിട്ട് ഒരു ഡാഷ് അങ്ങനെ ഇട്ടിട്ടില്ലേ, അങ്ങനെ. അപ്പൊ അത് എഴുതാൻ പറഞ്ഞില്ല. അവിടെ രക്ഷപ്പെട്ടു. എന്താ ഇവിടെ അപ്പിന്നുള്ളതൊന്നും ക്ലീൻ ആക്കാണ്ട് അമ്മ തന്നെ അമ്മ പറഞ്ഞത് നിന്നാണ് അരി വാങ്ങിക്കാത്ത, അരി വാങ്ങിക്കാൻ മറന്നു. അരി കഴിക്കാൻ പോവണേ. തോൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ടേബിളിൽ, കഴുകി കഴിച്ചോളാം. ഇപ്പൊ മാവ് അരയ്ക്കാൻ പോണം, അതേപോലെ തന്നെ ഗോതമ്പ് പൊടിക്കാനും പോണം. കുട്ടിയുടെ മരുന്ന് മേടിച്ചിട്ടില്ല. കുട്ടിക്ക് കുറേശ്ശെ ചുമക്കുന്നുണ്ട്. അപ്പോൾ ചുമക്ക് രാത്രി ആകുമ്പോഴാണ് ഇത് കൂടുക. അവിടെ ആളില്ലേ? പോയി നോക്കണം. പൊടിപ്പിച്ച് കൊണ്ടുവന്ന ഗോതമ്പ് എന്താ തരിച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുക. കഴുത്ത് വേനച്ചിക്കുക അത്രേ, അങ്ങനെ കുനിഞ്ഞിരിക്കണ്ടേ അല്ലേ? അമ്മയ്ക്കുള്ള ദോശയും ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ തെങ്കാശിപ്പട്ടണം പടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പരിപാടി? ഇരിക്കുന്നില്ല. ബാബ പറഞ്ഞ പിന്നെ അച്ഛൻ ഇരിക്കുവോ? അവിടെ പോയിട്ട് ഇരുട്ടില്ല തണ്ടി പോയി കാണാൻ. ഇവിടെ മുടിയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്താ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്? ഇതല്ലേ ഇതിന്റെ മുകളിൽ ഇരിക്കേണ്ട പറയണത്? അച്ഛൻ ഓർത്തില്ല കുട്ടിയെ. എന്താ എന്തിനാ ഒച്ചക്കണേ? അച്ഛൻ പേടിക്കില്ല ഒച്ചട്ടാല്? അച്ഛനല്ല പേടിക്ക. ഇല്ലേ, അച്ഛനും പേടിയാണ് വാവനെ. വാവ ഒച്ചട്ടല്ലേ?
അച്ഛനോട് പേടിയില്ല എന്നിട്ട് പറയാം. എന്ത് തേങ്ങ എഴുതി ഉണ്ടാക്കണത്? ആ ഇക്ക് കുട്ടാലാ കൂട്ടാലല്ല കൂട്ടാൽ. ഇക്ക് കുട്ടാലാ കൂട്ടലിന് മലയാളത്തിൽ എന്താ പറയാന്ന് ചോദിച്ചാ കുട്ടാലാ പറ. അഡീഷൻ എന്താ പറയാ മലയാളത്തില്? കൂട്ടുക. കൂട്ടൽ തന്നെ പറയാ. ആ സബ്ട്രാക്ഷൻ എന്താ പറയാ? അധികം എന്ന് പറയും. 10 + 20 എന്ന് പറയും. അധികം അത്ര പ്ലസിന്. സബ്ട്രാക്ഷൻ എന്താ പറയാ? കഴിഞ്ഞു. കുറവുന്നാ? എനിക്കറിയില്ല. സബ്ട്രാക്ഷൻ മലയാളം മീഡിയത്തിലാ പഠിച്ചേ. അതിനിപ്പോ മലയാളം തന്നെ പഠിക്കണമെന്നൊന്നുമില്ലല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചാൽ. ഇയാളെന്ത് ഇങ്ങനെ വക്കത്ത് വന്ന് കിടക്കണം? എനിക്ക് അറിയാൻ പാടില്ല. ചോദിക്കുക ബെഡ് ഉണ്ടോ അതിന്റെ അടിയിൽ? ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? നോക്കി വന്ന് കിടക്കും. നോക്കി ഗൈസ്, നിങ്ങളിത് കാണണം. എന്ത് ധൈര്യത്തിൽ എങ്ങനെ വന്ന് കിടക്കണമെന്നാവും. കുറച്ചാൽ നീങ്ങ് ഉള്ളിലോട്ട് കണ്ടിട്ട് മനുഷ്യന് പേടിയാവണ് കണ്ടിട്ട്. നോക്ക്, കിടക്കാൻ പറ്റുന്നില്ല. അറിയോ, പെയിൻ ആയിട്ടുണ്ട് അവിടെ ബാക്കില്. ആ അതവിടെ ഇന്നോട്ടെ വാവേ. അച്ഛൻ പിന്നെ അടിച്ചോരി കളഞ്ഞോളാം. ഇരിക്കാനും കഷ്ടമായിട്ടുണ്ട്. ടേക്ക് റെസ്റ്റ്. ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ? കിടക്കാനും എന്താ ഇങ്ങനെ? ഫസ്റ്റിലും ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ഓർമ്മയില്ല. അച്ഛൻ മാറി നിൽക്ക്. അമ്മ പറയാതിരിക്കാനോ? ഏയ് കുഞ്ഞാവ ചെയ്യണോക്കാം. കസാര എടുത്തിട്ട് അമ്മയ്ക്ക് സപ്പോർട്ടിനായിട്ട് പിന്നിൽ വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ മറിഞ്ഞ കസാരയിലേക്കല്ലേ വീഴുള്ളൂ. പറഞ്ഞ സ്വത്ത് എന്താ ബുദ്ധി, എന്താണ് കൺസേൺ അറിയോ? കാടിന്റെ അടുത്ത് ആള് പൊളിയാണ്. ഇവിടെ പുറത്ത് വരുമ്പോ നല്ല തണുപ്പുണ്ട് കേട്ടോ. മഴ പെയ്തു. മഴ പെയ്തോ? ആ കമ്പിയുടെ മുകളിൽ തുണി എടുക്കല്ലേ, അതവിടെ ഇരുന്നോട്ടെ. അതാണ് ലീക്ക് ആവില്ല എന്ന് പറഞ്ഞല്ലോ അയാള്. എന്നാലും നോക്കാൻ മാത്രമേ ഉള്ളൂ. രാത്രി നിങ്ങൾ ഇറങ്ങി വരുമ്പോ എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് വെച്ചതാണ് അതവിടെ. മഴ വരും. മഴ ഇപ്പൊ ഒന്ന് വന്നു പോയേ ഉള്ളൂ. അത് ഗോതമ്പപ്പൊടി. ഇതുണ്ട് കുഞ്ഞാണി വാവായിട്ട്. ഗോതമ്പപ്പൊടി ആ കൈകൊണ്ട് തൊടണ്ട, ഇങ്ങോട്ട് ഫാനിടേ. 8:30 സെക്കൻഡ് ഡിന്നറാണ് അമ്മുവിന്റെ കുട്ടിയുടെ ഒക്കെ. അല്ല, ഈ ഡിന്നറിന് പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഡിന്നർ എന്ന് വെച്ചാൽ എന്താ? 7 മണിക്ക് കഴിച്ചു, പിന്നെ 9 മണിക്ക് കഴിക്കാം. ഇത് വൈകുന്നേരം സമയത്ത് കഴിക്കാം 4 മണിക്ക്. ഇതിപ്പോ 8-8:30 കഴിച്ചോ? ആ 4-4:30 ഒരു വട്ടം കഴിച്ചു. ഇത് 8-8:30 കഴിക്കും. അങ്ങനെ നോക്കുമ്പോ ഫസ്റ്റ് ഡിന്നർ ആയിട്ട് കണക്കൂട്ടാ. ഫ്ലവർ അവിടെ ഉണ്ടല്ലോ. അച്ഛൻ ഈ പെട്ടിയുടെ മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ. ഇതായിരിക്കണം 3 എണ്ണം കുഞ്ഞീര്. ആ അത് അത്രേ ഉള്ളു. അത് വിടർന്നിട്ടില്ല, നാളെ വിടരും. ഓക്കെ. ഞാൻ കാപ്പി കുടിച്ചു. ഞാന് പോയി ചായ വാങ്ങാൻ പോവാ. കുഞ്ഞാക്ക് വേണം എന്നാ കാച്ചിട്ടുണ്ട്. അവിടെ വാവക്കുട്ടിയും മുത്തച്ഛനും കൂടി വീഡിയോ കോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാവ അമ്മ ഇതാ ദോശ തീറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, നടന്ന് തീറ്റിക്കുകയാണ് അല്ലേ? ഇതാ പോണം വീഡിയോ കോളായിട്ട്. അപ്പോൾ ഇതാ 9 മണി ആവാറായി. ദോശ ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ് ഞാൻ. 1-2 കഴിക്കണം. ഇന്ന് ഫസ്റ്റ് ഡിന്നർ ഏതായാലും ഇല്ല. ഇവിടുത്തെ കഥ പറയുമ്പോൾ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ഡിന്നറൊക്കെ ഉണ്ടാക്കി കൊടുത്തതാ കമ്പ്യൂട്ടർ റൂമിൽ നേരെ തിരിച്ചെത്തി. ഇനിയിപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.